നമസ്കാരം. പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. SFIO അന്വേഷണത്തിനെതിരായ CMRLന്റെ ഹർജി ദില്ലി ഹൈക്കോടതി വിധി പറയാൻ മാറ്റി. രാഷ്ട്രീയ നേതാക്കൾക്കും മാധ്യമങ്ങൾക്കും പണം നൽകിയത് അഴിമതി മറയ്ക്കാനെന്ന് SFIO. CMRLന്റെ ഹർജി നിലനിൽക്കില്ലെന്നും SFIO. ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവ് അന്തിമമല്ല. വനം മന്ത്രിക്ക് നേരം വെളുത്തിട്ടില്ലെന്ന് ബിഷപ്പ്. വനനിയമ ഭേദഗതി ബില്ലിലാണ് മറുപടി. കർഷകരെ ദ്രോഹിക്കുന്ന കാര്യങ്ങളാണ് ബില്ലിലെന്നും അദ്ദേഹം പറഞ്ഞു. നിയമസഭാ ബില്ല് പാസാക്കിയില്ലെന്നാണ് വിശ്വാസമെന്നും ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ. വനനിയമ ഭേദഗതി ബില്ലിൽ മുഖ്യമന്ത്രിയോട് ആശങ്കകൾ പങ്കുവച്ചുവെന്ന് ജോസ് കെ മാണി. വാറണ്ടിയില്ലാത്ത അറസ്റ്റ് അടക്കമുള്ള നിർദ്ദേശങ്ങൾ അംഗീകരിക്കാനാകില്ല. ബില്ല് പൂർണ്ണമായും കർഷക വിരുദ്ധമെന്നും ജോസ് കെ മാണി. ഗൗരവത്തോടെ പരിശോധിക്കാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകി. പാലക്കാട് നല്ലേപ്പുള്ളി തത്തമംഗലം സ്കൂൾ ആക്രമണം പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ആക്രമണം ബോധപൂർവം നടത്തിയതാണെന്ന് സംശയിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ആക്രമണത്തിൽ ശക്തമായ നടപടി മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായും മന്ത്രി അറിയിച്ചു. ട്രാൻസ്ജെൻഡർ വ്യക്തികൾ ട്രാഫിക് പോലീസിൽ ജോലി നൽകുമെന്ന വാഗ്ദാനം പാലിച്ച് തെലങ്കാന സർക്കാർ. പരിശീലനം പൂർത്തിയാക്കിയ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട 39 പേരാണ് ഇന്ന് ജോലിയിൽ പ്രവേശിച്ചത്. ഹൈദരാബാദ് നഗരത്തിലെ വിവിധ ജംഗ്ഷനുകളിൽ ട്രാഫിക് അസിസ്റ്റന്റായാണ് ഇവരുടെ നിയമനം. ഷെയ്ഖ് ഹസീനയെ മടക്കി അയക്കണമെന്ന് ഇന്ത്യയോട് ആവശ്യപ്പെട്ട് ബംഗ്ലാദേശ്. ഹസീന വിചാരണ നേരിടണമെന്ന് ബംഗ്ലാദേശ്. ഓഗസ്റ്റ് മുതൽ ഷെയ്ഖ് ഹസീന ഇന്ത്യയിലാണ്. നിർണായക പരീക്ഷണത്തിനൊരുങ്ങി ISRO. സ്പേഡെക്സ് ദൗത്യം ഉടൻ ഉണ്ടാകുമെന്ന് റിപ്പോർട്ടുകൾ. 2 ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് വെച്ച് കൂട്ടിച്ചേർക്കുന്ന ദൗത്യമാണ് സ്പേഡെക്സ്. ചേസർ, ടാർഗറ്റ് എന്നീ 2 ഉപഗ്രഹങ്ങളെ ഒരുമിച്ച് വിക്ഷേപിക്കും. PSLV-C-60 ആണ് വിക്ഷേപണ വാഹനം.